ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരുപാട് റിക്വസ്റ്റ് വന്ന വീഡിയോ ആണ്. ആക്ച്വലി ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇട്ട് തുടങ്ങുന്ന സമയം മുതലേ എനിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എൻ്റെ കൈകൾക്ക് എന്താണ് പറ്റിയത്? എൻ്റെ രണ്ട് കൈയിലും നല്ല രീതിയിൽ സ്കാർസ് ഉണ്ട്. അപ്പോൾ ഇതെന്ത് പറ്റിയതാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാത്തിനും കമൻസിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആക്സിഡൻറ്റ് പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്സിഡൻറ്റ് സ്റ്റോറി, ലൈഫ് സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യാവോ, പറയാവോ, ഷെയർ ചെയ്യാവോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം നിലവിൽ ആക്സിഡൻറ്റ് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ആക്സിഡൻറ്റ് പറ്റി വിഷമിച്ചിരിക്കുന്നവർക്കും ഒക്കെ ഒരു ഹെൽപ്ഫുള്ളായിരിക്കും മേ ബി എൻ്റെ ഒരു ഷെയറിങ്. കാരണം ഞാനിത് സർവൈവ് ചെയ്ത് വന്ന ആളാണ്. സർവൈവ് ചെയ്തു ഇൻ ദ സെൻസ് 100% നല്ല രീതിയിൽ സർവൈവ് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്റ്റോറി പറയുന്നതിൽ വളരെ സന്തോഷമാണുള്ളത്. കാരണം ഇതൊരു സർവൈവൽ സ്റ്റോറിയാണല്ലോ. ഞാൻ മാക്സിമം ഈ വീഡിയോ ചിരിച്ചുകൊണ്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല പോലെ അറിയാം ഞാൻ കരയുന്നത്. കാരണം ഞാൻ സഫർ ചെയ്തത് കുറച്ചൊന്നുമല്ല. അപ്പം എത്രയൊക്കെയാണെങ്കിലും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഈ വീഡിയോ ചിരിച്ചും കൊണ്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഞാൻ അനുഭവിച്ച കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ വരെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അത് ഒരിക്കലും ഞാൻ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടൊന്നുമല്ല. പക്ഷേ എത്രയൊക്കെയാണെങ്കിലും ഒരാൾക്ക് സഫർ ചെയ്ത് വന്ന കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലൊരു ടവലൊക്കെ ഉണ്ട്. എനിക്കറിയാം ഞാനിത് പറയുമ്പോൾ കരയുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട്. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. എനിക്ക് അങ്ങനെ ഇരുന്ന് കരയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ നീട്ടി വെച്ചത്. 2018 ജാനുവരി 30 എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുക്കനെയാണ് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. എൻ്റെ ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പനിയായിട്ട്. അപ്പോൾ ആളെ കാണാൻ വേണ്ടി ഞാൻ 2 വീലറിൽ അങ്കമാലിയിൽ പോകുമ്പോഴാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ആളെ കണ്ട ആളുടെ അടുത്തുനിന്ന് വിശേഷമൊക്കെ പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കറക്റ്റ് ആ ഒരു LFൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ക്രോസ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായത്. ബാക്കിൽ നിന്ന് ഒരു ലോറി വന്ന് എൻ്റെ സ്കൂട്ടറിനെ ഇടിക്കുകയാണ് ഉണ്ടായത്. ഇടി കിട്ടിയ വശം എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ സ്കൂട്ടർ തെറിച്ചുപോയി. ഞാനും ഈ പറയുന്ന ഇടിയുടെ ആഘാതത്തിൽ ചെന്ന് വീഴുന്നത് ലോറിയുടെ ടയറിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. ടയർ ഇൻ ദ സെൻസ് ഓടിക്കൊണ്ടിരിക്കുന്ന ടയറല്ല, ഒരു സ്റ്റെപ്പിന് പോലെ ഇങ്ങനെ ലോറി വലിയ വണ്ടിയാണല്ലോ. അപ്പം നടുക്കൊരു ടയർ ഉണ്ടാവുമല്ലോ, അതായത് റോഡിലേക്ക് ഇങ്ങനെ അധികം മുട്ടാതെ ഇത്രയും ഗ്യാപ്പിലൊരു ടയർ ഉണ്ടാവില്ല. ആ ടയറിൻ്റെ ഫ്രണ്ടിലോട്ടാണ് ഞാൻ ചെന്ന് വീണത്. അപ്പം എൻ്റെ കയ്യിൽ എൻ്റെ സ്കൂട്ടി ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ചെന്ന് വീഴുന്നത് ഡ്രൈവർ അറിഞ്ഞില്ല. അപ്പം ഒബ്വിയസ്ലി ഇവർ ഇടിച്ചതും അറിഞ്ഞില്ല, ആളിങ്ങനെ വീണതും അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇവർ നോർമലി വണ്ടി ഓടിച്ച് പോകുന്ന ആ ഒരു സ്പീഡിൽ തന്നെ എന്നെയും കൊണ്ട് പോവുകയാണ്. പോകുമ്പോൾ ഒബ്വിയസ്ലി എനിക്ക് ഈ എൻജിൻ്റെ സൗണ്ടും എല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്നുണ്ട്. എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എവിടെയൊക്കെയോ എനിക്ക് വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെന്താ നിർത്താത്തതെന്ന് ഞാൻ മനസ്സിലാലോചിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആ വണ്ടിയുടെ അടിയിൽ കിടന്നിങ്ങനെ എന്നെ വലിച്ചുകൊണ്ട് പോവുക. ഓക്കെ, അപ്പോൾ പോകുന്ന സമയത്ത് ആരൊക്കെയോ ഒച്ചെടുക്കുന്നുണ്ട്. കാരണം ഇത് ഓൾറെഡി ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് ഓൾറെഡി ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഡ്രൈവർമാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന ജനങ്ങളെല്ലാവരും ഒച്ചെടുക്കുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഭയങ്കരമായിട്ട് കൂകി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പം ഞാൻ ആക്ച്വലി ആ ഒരു ടയറിൻ്റെ ഇടയിൽ ഇങ്ങനെ അമിങ്ങി ഇരിക്കണ ഒരു ഫീലായിരുന്നു. പക്ഷെ എൻ്റെ മേത്തേക്ക് ടയറും കാര്യങ്ങളൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് എനിക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ ഞാൻ ടയറിൻ്റെ അടിയിലാണെന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. കാരണം എൻ്റെ കൈയിൻ്റെ 2 വിരലിൻ്റെ വെയിൻ കട്ടായിപ്പോയി. അപ്പം ഒരുപാട് ബ്ലഡ് വന്നു കഴിഞ്ഞപ്പം കൈ ഏകദേശം തലയുടെ ഇവിടെയാണ് ഇങ്ങനെ അമിങ്ങിയിരുന്നത് കൈ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് തല പൊട്ടിയിട്ട് ബ്ലഡ് വരുന്നതാണ്. കംപ്ലീറ്റ് ബ്ലഡ് ആ ഒരു റോട്ടിലും കംപ്ലീറ്റ് എൻ്റെ ദേഹത്തും കംപ്ലീറ്റ് ബ്ലഡായി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, കാര്യമായിട്ട് എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ഈ കൈയൊന്നും വേദനയില്ല. ആ സമയത്ത് മരവിച്ച് പോയിട്ടുണ്ടാകും. എനിക്ക് ആകെ വേദന എടുക്കുന്ന എൻ്റെ വയറ് ഭയങ്കര പെയിൻ. അപ്പോൾ ഇത്രയും ആൾക്കാർ, എനിക്ക് ആരുടെയും മുഖമൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം ലോറി ഇതാണെങ്കിൽ ലോറിയുടെ അടിയിലാണ് ഞാൻ കിടക്കുന്നത്.
ആൾക്കാരുടെ കാലുകൾ മാത്രമാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഒരാളുടെ കാല് പോലും ഒന്ന് ഫ്രണ്ടിലോട്ട് നടന്നു വരുന്നില്ല എന്നെ ഒന്ന് എടുക്കാൻ വേണ്ടി. ഞാനിപ്പോൾ ഒച്ചെടുത്ത് കരയുന്നില്ല, ബോധമൊന്നും പോയില്ലായിരുന്നു. ഞാനപ്പോൾ ഒച്ചെടുത്ത് ഇങ്ങനെ കരയുക, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ കരയുക. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കാരണം ഞാൻ ഭയങ്കരമായിട്ട് ഒച്ചയിടുമായിരുന്നു കംപ്ലീറ്റ് ടൈം. ഒരു തുള്ളി ബോധം പോലും പോകാത്തത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് എൻ്റെ മെമ്മറിയിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഞാൻ ഇടുക്ക് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് കഴിഞ്ഞപ്പം ഒരു കാലിങ്ങനെ ഫ്രണ്ടിലോട്ട് ഒരാളിങ്ങനെ നടന്നു വരിക. ആ ഒരൊറ്റ ആൾ, ആ അത്രയും ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരൊറ്റ ആളെ വന്നുള്ളൂ എടുക്കാൻ. ആൾ മാത്രമാണ് എന്നെ എടുത്തതും, ആൾ മാത്രമാണ് എന്നെ അപ്പം തന്നെ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിലായിരുന്നു അപകടം സംഭവിച്ചതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കുറച്ച് നടക്കണമല്ലോ, 5 അടി ആണെങ്കിലും ഒരാളെ വെയിറ്റ് വെച്ച് നടക്കണമല്ലോ. അത് കാരണം ഒരു ഓട്ടോറിക്ഷ വന്ന് നിന്നു, അതിനകത്ത് എന്നെ കയറ്റി. എന്നിട്ട് 2 സെക്കൻഡേ ഉള്ളൂ. ഓട്ടോറിക്ഷ കയറി ഇരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട്. കംപ്ലീറ്റ് ബ്ലഡാണ് എൻ്റെ മേത്ത് മൊത്തം. എൻ്റെ ഈ ഉടുപ്പ് ഇവിടെ നിന്ന് കംപ്ലീറ്റ് കീറിയിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ ആരും ഓട്ടോറിക്ഷയിൽ കയറിയില്ല. ഡ്രൈവറുണ്ട്, പിന്നെ എന്നെ എടുത്ത് ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ മടിയിൽ എന്നെ കിടത്തേക്കുക. അപ്പം എൻ്റെ വിചാരം ഞാനിപ്പം മരിച്ചു പോകുന്നതാണ്. കാരണം ബ്ലഡ് കണ്ടപ്പോൾ ഞാൻ ആകെ പകച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചേട്ടൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ കണ്ണീര് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എനിക്കൊരാഗ്രഹമില്ല അവസാനമായിട്ട് എനിക്ക് ചേച്ചിമാരെയും അമ്മേനെയും കാണണം എന്ന് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, എടാ ഒന്നും സംഭവിക്കില്ല, വിഷമിക്കേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇപ്പം മരിച്ചു പോയിരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുക. അപ്പം വയറ് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ട്, കൈയിൻ്റെ വേദന അറിയുന്നില്ല കേട്ടോ. അപ്പോൾ കൈ വണ്ടി ഓട്ടോറിക്ഷ ഓടി തുടങ്ങിയ സമയത്ത് ഇങ്ങനെയായിരുന്നു എൻ്റെ കൈ ഇരുന്നത്. ആ സമയത്ത് എൻ്റെ കൈ ഇങ്ങനെ അനങ്ങിയപ്പം എൻ്റെ കൺമുന്നിലേക്ക് കൈ വന്ന് വീണു. അപ്പോഴാണ് എൻ്റെ ഒരു ആക്സിഡൻറ്റിൻ്റെ ആ ഒരു തീവ്രത ഞാൻ തിരിച്ചറിയുന്നത്. അതായത് എൻ്റെ കയ്യിൽ മാംസമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലും ഞരമ്പും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും കംപ്ലീറ്റ് ഈ ഭാഗത്ത് ഫുള്ള് മാംസം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം ഭയങ്കര ഹോൾസ് ആയിരുന്നു. കംപ്ലീറ്റ് ഈ ഒരു കുഞ്ഞൊരു ലെയർ ഈ കൈൻ്റെ ഉണ്ടെന്നല്ലാതെ ഇപ്പുറത്തേക്ക് കംപ്ലീറ്റ് മാംസം എടുത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഓക്കെ, എനിക്ക് എന്തൊക്കെയോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കയ്യിലെ ഞരമ്പുകളും എല്ലുകളൊക്കെ ഇത്ര ക്ലിയറായിട്ട് വൈറ്റ് കളറിൽ അങ്ങനെ കാണുന്നതും ഒക്കെ. പിന്നെ ബ്ലഡായിരുന്നു കംപ്ലീറ്റ്, എന്നാലും ആ വൈറ്റ് കളറിൽ അങ്ങനെ ഇങ്ങനെ കിടക്കുന്നത് കറക്റ്റായിട്ട് കാണാമായിരുന്നു. പിന്നെ ഒറ്റ പ്രാവശ്യം ഞാൻ കൈ നോക്കിയുള്ളൂ, പിന്നെ നോക്കാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൈ ആ സമയത്ത് കണ്ടപ്പോൾ എനിക്ക് വേദന തോന്നി. അപ്പം മുതൽ നല്ല വേദന ഉണ്ടായിരുന്നു. വേദന ഒന്നും ഫീൽ ചെയ്യാതിരുന്ന എൻ്റെ ഈ കൈക്ക് ഇത്രയും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വയറ് വേദന എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വയറിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഭയങ്കര ടെൻസ്ഡായി. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങനെ മടിയിൽ അങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഈ പറയുന്ന ഇതൊക്കെ നടക്കുന്ന കുറച്ച് സെക്കൻഡ്സിനുള്ളിലാണ്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പം മൂത്ത ചേച്ചിയുണ്ട്, രണ്ടാമത്തെ ചേച്ചി അഡ്മിറ്റാണ്. മൂത്ത ചേച്ചി ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നുണ്ട്, കസിനുണ്ട്. ഞാനിങ്ങനെ ഇവരോട് പറയുന്നുണ്ട്, എൻ്റെ ചേച്ചിമാർ ഇവിടെ ഉണ്ടെന്ന്. പക്ഷേ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എൻ്റെ ഷോക്കിൽ ഇതെൻ്റെ ഒരു തോന്നലാണെന്നാണ് ഇവർ വിചാരിക്കണത്. ഹോസ്പിറ്റലിൽ വീട്ടുകാരുണ്ടെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് അവർ വിചാരിക്കണത് എൻ്റെ തോന്നലിൽ ഞാൻ പറയുന്നതാണെന്ന് വെച്ചിട്ട് മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ എന്താണ് വീട്ടുപേരെന്താണ്, എവിടെയാണ് വീടെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എൻ്റെ ചേച്ചി പനിയായിട്ട് ഇവിടെ അഡ്മിറ്റാണ്, അവരെ വിളിക്കുന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പം അവർ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് അതിന് മുന്നേ എന്നെ ഇവിടെ പുളിയത്തുള്ള ഒരു ചേട്ടൻ, അതായത് വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ ഡോക്ടർ കാണാൻ വന്നതായിരുന്നു. അപ്പോൾ എന്നെ ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു. പാപ്പച്ചൻ ചേട്ടൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ആ ചേട്ടനാണ് എൻ്റെ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ എൻ്റെ കൈയിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഞരമ്പൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഈ മൈക്രോ സർജറിയൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ LFൻ്റെ ഹോസ്പിറ്റൽ അധികാരികൾ പറഞ്ഞു, ഇങ്ങനെ ഇവിടെ എടുക്കാൻ പറ്റില്ല, ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അത് നടക്കുന്നത് ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിലാണ്. എന്നെ ഹോസ്പിറ്റലിലേക്ക് കയറ്റി ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അവർ കാര്യം പറഞ്ഞു. എറണാകുളം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ പപ്പയുടെ അനിയൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, ഡിഞ്ചു ഇങ്ങനെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പോവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് കയറിയിട്ട് ആകെ 5-10 മിനിറ്റ് ആയിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് പറയുമ്പോൾ എനിക്ക് അതിന് മാത്രം എന്താണ് ഇത്ര പ്രശ്നം, അതിന് മാത്രം എനിക്ക് എന്നെ സീരിയസ് ആണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് പെയിൻ മാത്രമേ എനിക്കുള്ളൂ, വേറെ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കൈയിൻ്റെ അവസ്ഥ കണ്ടതോടുകൂടി ഈ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് തീരുമാനമായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ ടെൻസ്ഡായി. അപ്പം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ മൈക്രോ സർജറി ചെയ്യണം, ഇവിടെ അതിൻ്റെ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അടുത്ത് പപ്പയുടെ അനിയൻ പറഞ്ഞൊരു കാര്യമാണ്, ഡിഞ്ചുവിന് ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചു, ലോറി ഇടിച്ചു എന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ വേറൊരു രീതിയിലാണ് അതിൻ്റെ ടോക്ക് പോയേക്കണേ. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്, നാട്ടുകാരും ഫ്രണ്ട്സും കോളേജിലുള്ള ആൾക്കാരും എല്ലാവരും കാണാൻ വന്നിട്ടുണ്ട്. അതായത് എനിക്ക് വേറെ എന്തോ സംഭവിച്ചു, ഇനി ആളില്ല എന്നുള്ള രീതിയിൽ ആണ് പുറത്തേക്ക് ഇതിൻ്റെ വാർത്ത പോയത്. അപ്പം ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എൻ്റെ നാട്ടിലെ എൻ്റെ ഫ്രണ്ട്സും ഗ്യാങ് കുറേ ആൾക്കാർ ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ അപ്പം പറഞ്ഞു ഷിഫ്റ്റ് ചെയ്യുന്ന നേരത്തെ ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്ത് ഇവരൊക്കെ കാണുമ്പോൾ പാനിക് ആവരുത്, ഇവർ വേറൊരു വാർത്ത കേട്ടിട്ട് വന്നേക്കുന്നതാണ്, അല്ലാതെ ഡിഞ്ചുവിന് അതിനും മാത്രം പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് കൂളായിട്ട് തന്നെ ഇരിക്കണം, ടെൻസ്ഡ് ആവരുത് എന്നൊക്കെ പേപ്പറിനൊരു നല്ലൊരു ചെറിയൊരു 2 മിനിറ്റ് എന്നോട് സംസാരിച്ചത് എനിക്കുണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഭയങ്കര വലുതായിരുന്നു. കാരണം ഞാൻ ഭയങ്കര കൂൾ ഡൗൺ ആയി. എന്താണ് എനിക്ക് ചുറ്റും സംഭവിക്കണേന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ എനിക്കപ്പോൾ കിട്ടി. അപ്പം പിന്നെ എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, അപ്പം ഞാൻ ചേച്ചീനെ, രണ്ടാമത്തെ ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ എന്നെ കാണാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. മൂത്ത ചേച്ചി ഓടി എൻ്റെ അടുത്തേക്ക് വന്നു, ആൾ എൻ്റെ അടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. എനിക്ക് അപ്പോഴൊക്കെ എനിക്ക് അമ്മേനെ കാണണം എന്നായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്, എനിക്കിങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയെന്ന്. അപ്പം അമ്മയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നെ ഷിഫ്റ്റ് ചെയ്യണതിന് തൊട്ട് മുന്നേ അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മേനെ കണ്ടപ്പോൾ തന്നെ ഞാൻ അമ്മേന്ന് ഉറക്കെ വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ, അമ്മ വിചാരിച്ചത് ഈ പറയുന്ന പോലെ ലോറി ഇടിക്കുമ്പം എന്തൊക്കെയാണ് പറ്റിയേക്കണേന്ന് അറിയില്ലല്ലോ, അപ്പം ഈ പറയുന്ന പോലെ ബ്രെയിനോ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയൂ എന്നുള്ള ഭയത്തിലൊക്കെയാണ് അമ്മ വരുന്നത്. അപ്പോൾ അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നെ മനസ്സിലാക്കിയല്ലോ, നിനക്ക് എന്നെ മനസ്സിലായല്ലോ, ഇനിയിപ്പം നീ എങ്ങനെയൊക്കെ ആയാലും ഞാൻ നിന്നെ സന്തോഷത്തോടെ നോക്കും, എനിക്കൊരു ദുഃഖം ഉണ്ടാവില്ല, നീ എന്നെ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അമ്മ, എനിക്ക് പക്ഷെ എനിക്ക് ഭയങ്കര പെയിനാണ്, കംപ്ലീറ്റ് ഇങ്ങനെ പെയിനിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ച് നിൽക്കുക. അപ്പം പക്ഷെ അമ്മ എൻ്റെ ഫ്രണ്ടിൽ വെച്ച് കാര്യങ്ങളൊന്നുമില്ല. ഞാനും ആ സമയത്ത് അമ്മേനെ കണ്ടപ്പോൾ കുറച്ച് ആശ്വാസമായി. പിന്നെ നടക്കുന്നത് എന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് എറണാകുളം സ്പെഷ്യലിസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആംബുലൻസിലാണ്. അപ്പോൾ ആംബുലൻസിൽ പോകുന്ന സമയത്ത് ഈ ആംബുലൻസ് തന്നെ ഒരു സഡൻ ബ്രേക്ക് ഇട്ട് അതൊന്ന് ചെറുതായിട്ട് ഒന്ന് കുത്താൻ പോയി വേറൊരു ഫ്രണ്ടിലൊരു ബസ്സിലോ ടൂറിസ്റ്റിലെ കണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്ട്രക്ചറൊക്കെ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്ത് എനിക്ക് എൻ്റെ പെയിനൊക്കെ ഭയങ്കര എക്സ്ട്രീം ലെവലായിരുന്നു. ആ പെയിനൊക്കെ കാരണം എനിക്ക് ജസ്റ്റ് വെച്ച് കെട്ടി തന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തി എന്നെ ഒരു സ്ട്രക്ചറിൽ വേറൊരു സ്ട്രക്ചറിലേക്ക്, ഹോസ്പിറ്റലിൻ്റെ സ്ട്രക്ചറിലേക്ക് മാറ്റുമല്ലോ. അങ്ങനെ മാറ്റുന്നതിനിടയിൽ എൻ്റെ 2 കൈക്കും ആക്സിഡൻറ്റിന് അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിന് പക്ഷേ ഒരച്ചിൽ മാത്രമേ ഉണ്ടായുള്ളൂ, ചെറുതായിട്ടല്ല കുറച്ച് കാര്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആസ് കമ്പയർഡ് ടു ദിസ് ഇത് കുറവായിരുന്നു. ഇതാണ് നല്ല രീതിയിൽ ഒന്നും ഇല്ലാതിരുന്നത്. പക്ഷേ 2 കൈയും ഒരേപോലെയാണ് വെള്ള തുണി വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ മാറ്റുന്നതിനിടയിൽ ഈ പറയുന്ന ആംബുലൻസ് ഡ്രൈവറിന് അറിയില്ല എൻ്റെ ഏത് കൈക്കാണ് ഭയങ്കരമായിട്ട് പറ്റിയേക്കണേന്നൊന്നും അറിയില്ല. എന്നെ ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തോ പെട്ടെന്ന് കൈ തന്നെയോ അങ്ങനെ എന്തോ ചെയ്തിട്ട് എൻ്റെ ഈ കൈമ കയറി ആൾ പിടിച്ചു അറിയാതെ. അന്ന് ഞാൻ അനുഭവിച്ച ഒരു പെയിൻ കുറച്ചധികം ഒരു അറിയാതെ ചെയ്തതാണ്. പക്ഷേ ഭയങ്കരമായിട്ട് ഞാൻ ഒച്ചിട്ട് അലറി. കാരണം എനിക്ക് ഒന്നാമത് ബ്ലീഡിങ് ആണ് മൊത്തം, എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്ക് പെയിനൊക്കെ വന്ന് ഇരിക്കുന്ന സമയമല്ലേ. അപ്പം ഭയങ്കരമായിട്ട് അലറി. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുഞ്ഞു എന്തെങ്കിലും പെയിനൊക്കെ വരുമ്പോൾ ഞാനിപ്പോൾ ബോധറേ ചെയ്യാറില്ല, അങ്ങനെ ടെൻഷനേ ആവാറില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് രംഗങ്ങളൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിനകത്തേക്ക് കയറി. അകത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ പറയുന്ന പോലെ എൻ്റെ നെഗറ്റീവ് ബ്ലഡാണ്. എനിക്ക് ബ്ലഡൊക്കെ കളക്ട് ചെയ്യാനും കോഡ് നടന്ന എൻ്റെ ഒരു ഫ്രണ്ട് ക്രിസ്റ്റിയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ എനിക്ക് കുറേ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ചുറ്റും എപ്പോഴും നിന്നുണ്ട്, റിലേറ്റീവ്സും പപ്പയുടെ അനിയന്മാരും അമ്മയുടെ ആങ്ങളമാരും ചേച്ചി അനിയത്തി എല്ലാവരും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ ആശ മേഡം ആയിരുന്നു. എൻ്റെ ജീവൻ അല്ലെങ്കിൽ എന്നെ ഞാനാക്കി മാറ്റിയത് ആശ മേഡമാണ്. ആശ മേഡത്തിൻ്റെ കയ്യിൽ ഞാൻ സേഫായിരുന്നു. അങ്ങനെ ആശ മേഡം എന്നെ ഒന്ന് ചെക്ക് ചെയ്തു, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് 8 മണിക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ചെയ്തത് എൻ്റെ ഞരമ്പിൻ്റെ ക്ലിയറൻസ് സർജറിയാണ്, വെയിൻ ക്ലിയറൻസ് ആയിരുന്നു. അത് ഒരു 3 to 4 hours ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു സർജറി കഴിഞ്ഞു. പിന്നെ 10 days ഞാൻ ICUലായിരുന്നു.
ICU ദിവസങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര, ഇപ്പോഴും ആലോചിക്കുമ്പോഴും എനിക്കതൊന്നും റീകളക്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് ചത്തു പോകുന്ന ദിവസങ്ങളായിരുന്നു. പെയിൻഫുള്ളായിരുന്നു. എൻ്റെ ഇപ്പുറത്ത് കിടന്നത് അലി എന്ന് പറഞ്ഞിട്ടൊരു ഇക്കയായിരുന്നു. ഇപ്പുറത്തെ സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു. എൻ്റെ കമ്പാനിയൻസ് ആയിരുന്നു അവരെൻ്റെ ICUവിൽ. ഞങ്ങൾ ഇക്ക 4 ദിവസമായിരുന്നു ICUവിൽ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. സ്റ്റീഫൻ ചേട്ടൻ എന്നെക്കാളും കൂടുതൽ ദിവസം ICUവിൽ ഉണ്ടായിരുന്നു. 10 ദിവസത്തിന് മേലെ ഉണ്ടായിരുന്നു. ICUവിൽ ആകെ ഒരാശ്വാസം എന്ന് പറയുന്നത് ഒരു TV ആയിരുന്നു. ആ TV-യിൽ സൂര്യ മ്യൂസിക് എപ്പോഴും പ്ലേ ചെയ്യും. ഞാൻ 10 ദിവസം അടുപ്പിച്ച് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ സൂര്യ മ്യൂസിക് കേട്ട് എനിക്ക് സൂര്യ മ്യൂസിക് എന്ന് പറയുന്നത് വെറുപ്പായി മാറി. അങ്ങനെ ICU ദിവസങ്ങൾ വളരെ ശോചനീയമായിരുന്നു. എനിക്ക് പെയിനാണ്, കംപ്ലീറ്റ് പെയിനായിരുന്നു. 10 മണിക്കൂറത്തെ മൊത്തം 3 സർജറിയാണ് എനിക്ക് ചെയ്തേക്കണേ. 10 മണിക്കൂറുള്ളൊരു ഓപ്പറേഷൻ വരെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. എൻ്റെ റെസ്റ്റിംഗ് പീരീഡ് ആരംഭിക്കുവാണ്. ഞാൻ ആ ഹോസ്പിറ്റലിൽ, സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ കയറിയിട്ട് 4.5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത്. ഞാൻ എൻ്റെ കുടുംബം കാണുന്നത് 4.5 മാസത്തിന് ശേഷമാണ്. ഈ 4.5 മാസം ആ ഹോസ്പിറ്റലിന് ഒരു റൂമിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ഉള്ള ദിവസങ്ങളായിരുന്നു. 2018 ഈ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ആ മുറിയിലാണ്. എനിക്ക് ഒരുപാട് ട്രോമകൾ തന്നിട്ടുള്ളൊരു മുറിയാണത്. ആ മുറിയിൽ ആകെ എനിക്ക് കാണാനുണ്ടായിരുന്നത് ഒരു തെങ്ങിൻ്റെ ഏറ്റവും ഒരു മണ്ട. ആ തെങ്ങിൻ്റെ മണ്ട മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ജനലേക്കൂടെ. വേറെ ഒന്നും ഒരു കാഴ്ച ഞാൻ 4.5 മാസം കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളിപ്പം ഞാനിങ്ങനെ ചെടിയും പൂക്കളും പ്രകൃതിയൊക്കെ ആയിട്ട് കൂടുതൽ ഇടപഴകി നടക്കുന്നത് മേ ബി എനിക്ക് അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസും വാല്യൂ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം. ഞാൻ അങ്ങനെ ആ റൂമിൻ്റെ ഉള്ളിൽ കിടന്നപ്പം എനിക്കുണ്ടായ ഒരു ഫീലിങ്സ് ഒന്ന് പുറത്തിറങ്ങി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ള ആ ഒരു കൊതിയും ഒക്കെ ഉണ്ടായിരുന്നു. 4.5 മാസം കിടന്ന കിടപ്പ് പോലെ തന്നെയായിരുന്നു. കട്ടിൽ തന്നെയായിരുന്നു കംപ്ലീറ്റ്. 1ഉം 2ഉം ഒക്കെ കട്ടിലായിരുന്നു 4.5 മാസം. കാരണം എനിക്ക് അനങ്ങാൻ പാടില്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ സർജറി ഒക്കെ ചെയ്തിട്ടുള്ള ഇതൊന്നും അനങ്ങരുത്. അനങ്ങി കഴിഞ്ഞാൽ ഈ ഫ്ലഷ് വെച്ചതൊന്നും പിടിക്കില്ല. അപ്പം എനിക്ക് ഈ കൈ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈൻ്റെ മാംസം വെക്കാനായിട്ട് എൻ്റെ ഈ പുറത്തുനിന്നാണ് മാംസം എടുത്തിട്ടുള്ള 30 സ്റ്റിച്ച് അടുപ്പിച്ചിട്ടുണ്ട്. ഈ ഫ്ലഷ്, അതായത് മാംസം വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ സ്കിന്നും വെക്കണം. സ്കിന്ന് എടുത്തേക്കുന്നത് എൻ്റെ ഒരു തുടയുടെ 2 അപ്പുറത്തും ഇപ്പുറത്തു നിന്നുള്ള ഭാഗത്തു നിന്നാണ് സ്കിന്ന് എടുത്തേക്കണേ. അങ്ങനെ സ്കിന്നും എടുത്ത് ഈ ഒരു കൈ കംപ്ലീറ്റ് ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്തേക്കുവാണ്. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടന്ന് പിന്നെ ഓരോ പ്രാവശ്യം ഡോക്ടർ ഇത് ഡ്രസ്സ് ചെയ്യാൻ വരുമ്പോഴും ഞാൻ സ്വർഗ്ഗം കാണാറുണ്ട്. കൈ മുറിഞ്ഞ് കഴിയുമ്പോൾ ചെറുതായിട്ടൊരു പറ്റ പോലെ ഒരു സംഭവം വരുമല്ലോ. അപ്പോൾ ആ ഒരു സംഭവം ഈ കൈമ അങ്ങനെ തുടത്തില്ലായിരുന്നു. ഈ കൈ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇതിൻ്റെ കെട്ട കഴിച്ച് ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ കാണുന്നത്. ആകെ എനിക്ക് കാണാൻ പറ്റുന്നത് ഈ കൈയായിരുന്നു ഡ്രസ്സിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ ഈ പറ്റ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഡോക്ടർ വന്ന് ഏകദേശം ഒരു 2 ആഴ്ച കൂടുമ്പം ഈ പറ്റ ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കത്രിക ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരൊറ്റ പറക്കില്ല. അങ്ങനെ ചോര ഇങ്ങനെ പൊടിയും. അത് ഇത്രയും പോർഷനാകുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻഫുള്ളാണ്. എന്തിനാണ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ. പിന്നെ എൻ്റെ അടുത്ത് ഡോക്ടർ പറയുന്നത് ഡിഞ്ചുവിൻ്റെ പഴയ കൈ പോലെ ആക്കിത്തരാം, വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് എല്ലാം സെറ്റാക്കാമെന്ന് പറയുമ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എൻ്റെ പഴയ കൈ എങ്ങനെയായിരുന്നു ആ കൈ തന്നെയായിരിക്കും എനിക്ക് ഉണ്ടാവാമെന്നാണ്. അപ്പം എനിക്ക് തോന്നുന്ന എത്രാമത്തെ ദിവസമാണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൈ ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. കമ്പിയും ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ആയിരുന്നു ഡോക്ടർ എൻ്റെ കൈയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ കമ്പി കുറച്ച് നാളായിരുന്നു അഴിക്കാൻ വേണ്ടി, കുറച്ച് ടൈം എടുത്തു. പക്ഷേ ഈ കെട്ട് ആദ്യം അഴിച്ച സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആണ് എൻ്റെ കൈ കാണാനായിട്ട്. അങ്ങനെ കെട്ടഴിച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ കെട്ടഴിച്ച് കഴിഞ്ഞപ്പം ഞാൻ കണ്ടത് നമ്മൾ ഈ കരയണ്ടെന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ കരഞ്ഞു പോകുന്നതാണ്. കൈൻ്റെ കെട്ടഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് നമ്മൾ ഈ എന്തെങ്കിലും മാംസമൊക്കെ വാങ്ങിച്ചിട്ട് അതിങ്ങനെ ചീത്തയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആകെ ഇങ്ങനെ ഒരു റോട്ടൺ ഇഫക്റ്റിൽ അങ്ങനെ ചീഞ്ഞൊക്കെ ഇരിക്കത്തില്ല, അതേപോലെ ഇങ്ങനെ വേറെ കളറൊക്കെ ആയിട്ട് ബ്ലാക്ക് ആണോയെന്നറിയില്ല, യെല്ലോ ആണോയെന്നറിയില്ല, ബ്ലഡ് സ്റ്റെയിൻ ഉണ്ട്. മൊത്തത്തിൽ അത് കൈ എന്ന് പറയുന്നത് വേറൊരു കൈ പോലെയൊന്നല്ലായിരുന്നു. അതിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് എന്തൊക്കെയോ എൻ്റെ കൈ. അങ്ങനെ അന്ന് ഞാൻ അനുഭവിച്ചൊരു
ഷോക്ക്. അവരുടെ ഡോക്ടർ ഇതെന്തെൻ്റെ കൈ ഇങ്ങനെ ഡിഞ്ചു, ഇത് നമ്മൾക്ക് ഓപ്പറേഷൻ ചെയ്ത് വെച്ചതെന്നല്ലേ, പതുക്കെ പതുക്കെ സെറ്റ് ആവട്ടോന്ന്. അപ്പോഴേ എൻ്റെ മനസ്സിലൊരു ഹോപ്പ്. കാരണം പണ്ടത്തെ കൈ പോലെ ആകും എന്നാണ് ഡോക്ടർ പറയണേ, ഡോക്ടറും അമ്മയും എല്ലാവരും. അന്ന് എനിക്ക് 19 വയസ്സല്ലേ ഉള്ളൂ. അപ്പം ഓക്കെ, പണ്ടത്തെ കൈനെ ആഗ്രഹിച്ചാണ് ഞാൻ പിന്നീടുള്ള ദിവസങ്ങളൊക്കെ കഴിഞ്ഞു വിടുന്നത്. പിന്നെ എനിക്ക് വയറിന് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയറിന് അവിടെ എന്തോ ഒരു കല്ല് കുത്തി കയറി. അപ്പോൾ 8 സ്റ്റിച്ച് ഇടേണ്ട ആഴത്തിൽ കല്ല് കുത്തി കയറിയതായിട്ട് ടാറിൻ്റെ എന്തോ പീസ്. അപ്പോൾ അങ്ങനെ വയറിൻ്റെ വേദന ഒരു ഭാഗത്ത്, മാംസം എടുത്തത് 30 സ്റ്റിച്ച് ഇവിടെ, സ്കിന്നെടുത്തത് തുടയുന്ന, കൈ രണ്ടും കെട്ടി വെച്ചേക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ അങ്ങനൊരു നരകതുല്യമായിട്ടുള്ള ഒരു കുറേ ദിവസങ്ങളായിരുന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എനിക്കുണ്ടായിരുന്ന ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. എൻ്റെ കൂടെ എന്ന് വെച്ചാൽ എന്നെ ഇതിങ്ങനെയാണ് എന്നെ കൊണ്ടുവരുന്നത് അവർ. അപ്പോൾ ആ ഒരു കെയറും ആ ഒരു ഇതുമായിരുന്നു എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സമാധാനം. എനിക്ക് ആ സമയത്ത് എൻ്റെ കോളേജിലായിരുന്നു ഞാൻ പഠിച്ച കോളേജ്, ഡിഗ്രി ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഡിഗ്രിയിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കാണാൻ വരും എല്ലാ ആഴ്ചയും. എന്നിട്ട് അവരെനിക്ക് കുറേ ചോക്ലേറ്റ്സ് കൊണ്ടുവരും. പിന്നെ എനിക്ക് കുറേ ഷെയ്ക്കും ജ്യൂസും ഒക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വളരെ മെലിഞ്ഞു ഇൻ ദ സെൻസ് എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് എനിക്ക് വിശപ്പില്ലല്ലോ. കാരണം ഇത്രയും നാൾ ഓടി നടന്ന ഒരാൾ പെട്ടെന്ന് കട്ടിലിൽ കിടപ്പാകുമ്പോൾ നമ്മൾക്ക് പിന്നെ ഭാവിയെ കുറിച്ചുള്ള ടെൻഷനും നമ്മുടെ കൈ ശരിയാവുമെന്നുള്ള പേടിയും, നമുക്കങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാനും നമുക്ക് തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ മെലിഞ്ഞ് ഇങ്ങനെ ഈർക്കിളി പോലെയൊക്കെ ആയിപ്പോയി. അങ്ങനെ 4.5 മാസത്തെ എൻ്റെ ആശുപത്രി ജീവിതം അവസാനിച്ചു. ആശുപത്രിയിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വന്നപ്പം എനിക്കുണ്ടായൊരു ഫീലുണ്ട്. പക്ഷെ വീട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ 3 പ്രാവശ്യം എന്നെ സർജറി ചെയ്തതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഈ സപ്പോർട്ടിങ്ങിനിട്ടാണ് കമ്പി അഴിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ട് അനസ്തേഷ്യയൊക്കെ കൊടുത്ത് ഊരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ തകർന്നിരിക്കുക. കാരണം ഓക്കെ 3 ഓൾറെഡി കഴിഞ്ഞു, ഇനി ഒരു പ്രാവശ്യം കൂടി ICUവിൽ അപ്പോൾ ഒരു ദിവസം കിടക്കണം അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ശരിക്കും സപ്പോർട്ടിങ് കമ്പി ഊരണമെങ്കിൽ കാഷ്വാലിറ്റിയിൽ ഇരുന്ന് ഊരാം, അനസ്തേഷ്യ ഒന്നും ഇല്ലാതെ കുറച്ച് പെയിൻ ഉണ്ടാവും, അത് സഹിച്ചാൽ മതി, അങ്ങനെയാണെങ്കിൽ ഊരാം. അങ്ങനെ ലേഡീസ് അങ്ങനെ ആരും ഇരുന്നിട്ടില്ല. കുറച്ച് ആൺപിള്ളേരൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ലേഡീസ് അങ്ങനെ ഇതുവരെ അതിന് ധൈര്യം കാണിച്ചിട്ടില്ല. എനിക്ക് ആ സമയത്തെ ധൈര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നുമല്ല, ഞാനാകെ തകർന്നിരിക്കുവാണ്. പിന്നെ ഞാൻ വെച്ച് നോക്കി കുറച്ച് പെയിനും കൂടെ അല്ലാതെ സഹിക്കാൻ. കാരണം ഇനി ഒരു ദിവസം കൂടി ICU കിടക്കുന്നത്, അനസ്തേഷ്യ എടുക്കുന്നതൊന്നും എന്നെക്കൊണ്ട് അതൊന്നും ഇനി സഹിക്കാനൊന്നും വയ്യ. ഒരു ദിവസം തന്നെ എനിക്ക് മാസങ്ങൾ പോലെ തോന്നുമ്പോൾ എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞ് വീട്ടിൽ പോകാമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ നമുക്ക് കാഷ്വാലിറ്റിയിലിരുന്ന് ഈ ഒരു കമ്പി അഴിച്ചെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യത്തോട് അടുത്ത് വന്നപ്പോഴാണ് മാങ്ങാണ്ടിയുടെ പൊടി എറിയണേന്ന് പറയണം. അങ്ങനെ ഡോക്ടർ പറഞ്ഞു കുറച്ചധികം പെയിൻ ഉണ്ടാവും, അപ്പം പെട്ടെന്ന് ബ്രീത്തിങ് എന്തെങ്കിലും ഡിഫിക്കൽട്ടി വരുവാണെങ്കിൽ ഓക്സിജനൊക്കെ വെച്ച് തരാം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, കുറച്ചധികം പെയിൻ ഉണ്ടാവും. കാരണം ഇത് സ്ക്രൂ ചെയ്ത് വെച്ചതിന് എന്തോ സംഭവമാണ് ഈ കമ്പി, അതിങ്ങനെ ശരിക്കും ഈ സ്ക്രൂ അഴിച്ച് തന്നെ എടുക്കണം. എന്തായാലും ഏറ്റതല്ലേ ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനത് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും എൻ്റെ ചുറ്റിനും 4-5 ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ വന്ന് നിന്നു. എല്ലാവരും ഓക്കെ ഡിഞ്ചു സെറ്റല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി. അതേ സംഭവം അയക്കാൻ തുടങ്ങി ഈ കമ്പി. എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ പാടുണ്ട്, കണ്ട ഇത് വേറെ ഒന്നും കൂടി ഉണ്ട് ഇവിടെ, വേണ്ട ഇതാണ് ആ 3 കമ്പിയിട്ട പാട്. ആ 3 കമ്പി ഇങ്ങനെ പതുക്കെ സ്ക്രൂ ചെയ്ത് അഴിച്ചെടുത്തു. എൻ്റെ എല്ലാ പരലോകവും ഞാൻ കണ്ടു. അപ്പം എൻ്റെ അടുത്ത് കളിക്കുകയാണോ അത് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാനാണോ എന്നെ പൊക്കി പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡിഞ്ചു പ്രസവ വേദനയൊക്കെ അപ്പോൾ ഈസി ആയിട്ട് സഹിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, ഇതൊരു വല്ലാത്തൊരു വേദന തന്നെയാണ്, അതുകൊണ്ട് പ്രസവ വേദനയൊക്കെ ഇപ്പോൾ ഡിഞ്ചുവിന് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും കേട്ടോ എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിരിക്കും പറഞ്ഞു. അത്രയും പെയിൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ബ്രീതിങ് ഇഷ്യൂ ഒക്കെ വന്നു. അപ്പോൾ ഈ ഓക്സിജനൊക്കെ വെച്ച് വന്നു. അതിനകത്ത് വലിയ കഥയൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. എന്നാലും എനിക്ക് വരുന്ന എക്സ്പീരിയൻസ് എനിക്ക് വലുതാണല്ലോ. അങ്ങനെ അഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി. നല്ല പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ കാറിൽ നിലവിളിക്കല്ലായിരുന്നു, ഇങ്ങനെ ഈശോയെ എന്നിങ്ങനെ വിളിച്ച് ഉറക്കെ വിളിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാറിൽ കയറി വരുന്നു. 4.5 മാസത്തിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്ന കാറിൽ കയറി ഇരുന്നപ്പം എനിക്ക് പെട്ടെന്ന് പെയിൻ ഭയങ്കര കൂടാൻ തുടങ്ങി കൈയുടെ. കാരണം ഇത്രയും ഇങ്ങനെ ബലപ്പെട്ടാണ് ഈ കമ്പി അഴിച്ചെടുക്കുന്നത്. അപ്പോൾ കൈ ഇങ്ങനെ അനങ്ങിയിട്ട് പെയിൻ ഭയങ്കര കയറാൻ തുടങ്ങി. അങ്ങനെ ആ പെയിൻ മൊത്തം കാറിലിരുന്ന് അനുഭവിച്ച് പിറ്റേ ദിവസം അന്ന് രാത്രി വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴുള്ള ഫീൽ എന്ന് വെച്ചാൽ കുടുംബം കണ്ടതിൻ്റെ സന്തോഷം ആയിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലും കിടന്നു കുറേ നാൾ, കിടന്ന കിടപ്പ് തന്നെ. പിന്നെ പതുക്കെ എഴുന്നേറ്റൊക്കെ നടന്നു തുടങ്ങി. അങ്ങനെ പിച്ച വെച്ച് ഇവിടം വരെ എത്തിയത്. പിന്നെ എനിക്ക് വന്നൊരു ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു, ഏതോ ഒരു എനിക്കെടുത്ത മെഡിസിൻ എന്നെക്കൊണ്ട് അത്ര സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അതെന്ന് വെച്ചാൽ എൻ്റെ ബോഡിയിലൊരു റിയാക്ഷൻ ഉണ്ടാക്കി. എനിക്ക് വെള്ളം വീഴുമ്പോൾ ചൊറിയും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി. കേൾക്കുന്നവർക്ക് ചിരി വരുമായിരിക്കും, പക്ഷെ അത് അനുഭവിച്ച് എനിക്കറിയാം അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി. ഈവൻ ഇഫ് ഞാനിപ്പോൾ ഈ കരയുന്നുണ്ടല്ലോ, അങ്ങനെ കരയാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം ഞാനിങ്ങനെ വെള്ളം ഇങ്ങനെ കണ്ണീക്കോടെ ഇങ്ങനെ ഒഴുകും, ആ ചാലില്ലേ, ആ ഒഴുകുന്ന ആ ഒരു സംഭവം അവിടെ ചൊറിയാൻ തുടങ്ങും. അങ്ങനത്തെ ഒന്നും ഉള്ളറിഞ്ഞൊന്നും കരയാൻ പോലും പറ്റാത്തപ്പോൾ കണ്ണീര് ചില സമയത്ത് സങ്കടം സഹിക്കാനും പെയിൻ സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ കരഞ്ഞ് ഈ കണ്ണീരിങ്ങനെ ഒഴുകി വന്നിട്ട് കഴുത്തിലിങ്ങനെ താളം കെട്ടി കിടന്നിട്ട് അത് വലിഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ ചൊറിയാൻ തുടങ്ങും. കുളിക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ദേഹമൊക്കെ തുണിയൊക്കെ നനച്ച് തുടപ്പിക്കുന്ന സമയത്ത് ഈ ലോകത്തുള്ള എല്ലാവരും ഞാൻ അറിയിക്കും. കാരണം ഞാൻ ഒച്ചെടുക്കാൻ തുടങ്ങും. ചൊറിഞ്ഞിട്ട് എനിക്ക് ചൊറിയാൻ പറ്റില്ല, 2 കൈയും കെട്ടി വെച്ചേക്കുക, ചൊറിയാൻ പറ്റില്ല. അങ്ങനെ പെട്ടക്ക് ഞാൻ കിടന്നു. അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ മാറിയത് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനുള്ളിൽ സെറ്റായി. പിന്നെ പതുക്കെ തീരെ കുറഞ്ഞ് ഇല്ലാണ്ടാവാണ് ചെയ്തത്. അപ്പം അതൊക്കെ ശരീരത്തിന് നമ്മുടെ ആ മരുന്നിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് പോകണം എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ എൻ്റെ കൈ അപ്പോഴും ഞാൻ വിചാരിക്കണേ കുറേ നാൾ കഴിയുമ്പോൾ ശരിയാവും എന്നാണ്. ഈ പാടൊന്നും ഇല്ലാതെ സെറ്റായി കിട്ടുമെന്നാണ് കേട്ടോ. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഫൈനൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമല്ലോ, ഇതിൻ്റെ ഇടയിൽ ഫിസിയോതെറാപ്പിയൊക്കെ നടക്കുന്നുണ്ട്, പെയിൻഫുൾ ഫിസിയോതെറാപ്പീസൊക്കെ കേട്ടോ. കാരണം ഇവിടെ കൈ ഇവർ പിടിച്ച് തിരിച്ച് അങ്ങനെയൊക്കെ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കുന്നതാണ്. ഞാൻ ചിലപ്പോൾ അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പോകും. അപ്പോൾ ഞാൻ അത്രയും പെയിനൊക്കെ സഹിച്ച് ഫിസിയോതെറാപ്പിയൊക്കെ എടുത്ത്, അതായത് എൻ്റെ ഈ ഒരു വിരൽ ഒരു വിരൽ തന്നെ എൻ്റെ ഈ വിരലുകളൊന്നും അനങ്ങത്തില്ലായിരുന്നു. കെട്ടി വെച്ച് പിന്നെ വെയിൻ സർജറി ഒക്കെ ചെയ്തുകൊണ്ട് എനിക്ക് അനങ്ങില്ലായിരുന്നു. ഈ ഒരു വിരൽ ഇത് ഇവിടെ കൊണ്ട് മുട്ടിക്കാനൊക്കെ പറയുമ്പോൾ ആ ഒരു മുട്ടില്ല, ഇവിടം വരെ വരില്ല, ഈ വിരലൊന്നും മടക്കാനായിട്ട് ഇവിടം വരെ പോലും വരില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ പതുക്കെ ഇതിൻ്റെ മൂവ്മെൻറ്റൊക്കെ തിരിച്ചു കൊണ്ടുവന്നതാണ്, എല്ലാത്തിൻ്റെയും മൂവ്മെൻറ്റ്. ഈ ഒരു റിസ്റ്റിൻ്റെ ഈ മൂവ്മെൻറ്റ് ചിലപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഇത്. പക്ഷെ എല്ലാം കൊണ്ടും ഭാഗ്യമുള്ളതുകൊണ്ടും പെട്ടെന്ന് എല്ലാം സെറ്റായി. പിന്നെ ഇങ്ങനെയായിരുന്നു എൻ്റെ കൈ ഇരുന്നത്, ഈ ഒരു പോസ്. ഇവിടെ നിന്ന് ഇങ്ങനെ ആദ്യം ഫിസിയോതെറാപ്പി ചെയ്ത് അനക്കെടുത്തു, പിന്നെ ഈ ഒരു മൂവ്മെൻ്റ് എടുത്തു, പിന്നെ ഓരോ വിരലിൻ്റെ മൂവ്മെൻ്റ് എടുത്തു. അങ്ങനെ പതുക്കെ എല്ലാം തിരിച്ചു കൊണ്ടുവന്നത് കേട്ടോ, മാസങ്ങളുടെ ഫിസിയോതെറാപ്പി കൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ആക്സിഡൻറ്റ് സ്റ്റോറി. അപ്പം നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ആക്സിഡൻറ്റോ മുറിവുകളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകും. ഇത് ഭയങ്കര സെറ്റപ്പ് സംഭവം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ അതെല്ലാം സർവൈവ് ചെയ്ത് ഇന്ന് ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ആക്സിഡൻ്റായി കിടക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇപ്പം കുടുംബത്തിൽ അങ്ങനെ ഒരു ഭവിഷ്യത്ത് സംഭവിച്ചിരിക്കുന്നവർക്കൊക്കെ നാളെ ഒരു നല്ല കാലം ഉറപ്പായിട്ടുണ്ടാകും. നമ്മൾ ചിരിക്കുന്ന, മനസ്സ് തുറന്ന് സമാധാനിച്ച് നമ്മൾ ട്യൂബോ ഇഞ്ചെക്ഷൻസോ സൂചികളോ ഒന്നുമില്ലാതെ നമ്മൾ ഒരു കട്ടിലിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു ദിവസം എല്ലാവർക്കും ഉണ്ടാവും. എനിക്കങ്ങനെ എൻ്റെ ജീവിതം എനിക്ക് തിരിച്ച് കിട്ടിയെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. എൻ്റെ ലൈഫ് ഇവിടെ കൊണ്ട് തീർന്നു, ഇനിയൊരു ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നതിനേക്കാളും ഹോപ്പ് ചെയ്യുക, പ്രതീക്ഷയോടെ കാത്തിരിക്കുക, എല്ലാം സെറ്റാവും, മാറും. ഇങ്ങനെ നമുക്കിങ്ങനെ പാറി പറന്ന് നടക്കാനായിട്ട് ദൈവം നമുക്ക് ഒരവസരം തരും. അപ്പോൾ അത്രയാണ് എൻ്റെ ആക്സിഡൻറ്റ് സ്റ്റോറി. ഇതിനകത്ത് കുറേ സംഭവങ്ങൾ ഞാൻ വിഴുങ്ങിയിട്ടുണ്ട് പറയാതെ, സമയപരിധി കൊണ്ടാണ്. പിന്നെ ആക്സിഡൻറ്റിൻ്റെ ശേഷം എൻ്റെ കൈ റിക്കവറായതിന് ശേഷം വന്ന ഈ സ്കാർസും ഇതും കൊണ്ട് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും സമൂഹത്തിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ട വന്ന കുറേ ഞാൻ ഫേസ് ചെയ്യേണ്ട വന്ന കാര്യങ്ങളും എൻ്റെ ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ ഞാൻ ബീറ്റ് ചെയ്തത് എങ്ങനെയാണെന്നും ഒക്കെ ഇതിൻ്റെ ഒരു വീഡിയോ പിന്നെ ഞാൻ ചെയ്യാം കേട്ടോ. കാരണം എല്ലാം കൂടെ ഒക്കെ എനിക്ക് പറഞ്ഞൊപ്പിക്കാൻ പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ തൊണ്ടവേദന എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ആക്സിഡൻ്റ് ആയത്. അപ്പോൾ അതാണ് എൻ്റെ ആക്സിഡൻറ്റ് സ്റ്റോറി. നിങ്ങൾ ചോദിച്ച സ്റ്റോറി ഇതാണ്.